വട പോച്ചേ. റിയാദിലിപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. 3 ഡിഗ്രി സെൽഷ്യസ് ആണ് രാവിലെയൊക്കെ കാണിക്കുന്നത്. അത് കാരണം ഇപ്പോൾ രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്ന തന്നെ വലിയൊരു ചടങ്ങ്. അങ്ങനെയൊക്കെ ഉച്ചവരെ ആക്കി ലഞ്ച് ബ്രേക്കിന് ഒരു സൂപ്പും കുടിച്ചിട്ട് ഈവനിങ് പഞ്ചോട്ട് ചെയ്യാൻ നേരമാണ് അവിടെ ഒരു നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചേക്കുന്നത് കാണുന്നത്. കൺഗ്രാജുലേഷൻ, ഇനി മുതൽ നിങ്ങൾക്ക് സാറ്റർഡേ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് കെട്ടിയും ചാടിത്തുള്ളി ഇന്ന് നടത്തിയ ട്രേഡിംഗിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ ഇന്നത്തെ സന്തോഷം അതാകട്ടെ. ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് എല്ലാവരും കൂടെ ബൈത്തൽ ബിരിയാണിയിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ സന്തോഷം ദുഃഖവും എല്ലാം അവിടെ നിന്ന് കാണുന്നു. കാർട്ടൂണിലെ രാധയ്ക്ക് രാജുവിനും മായാവി ഉള്ള പോലെ ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയനും. നമ്മുടെ നാട്ടിലെ മന്തിയും ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോഴാണ് അറിയുന്നത് മന്തി വീക്കെൻഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഇക്ക ചിരിച്ചോണ്ട് വന്നിട്ട് പറയുന്നത് ഇവിടെ വേറെ ഒരുപാട് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. കണ്ടോ, നല്ല അത്തപ്പൂക്കൾ ഇട്ട പോലില്ലേ. അങ്ങനെ ഞാനത് തുറന്നെടുത്ത് നല്ല ചിക്കൻ പാൽ പൊറോട്ട. കൊള്ളാം, അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ, തടസ്സങ്ങളില്ലാണ്ട് പോണോ. ആ ചൂട് പോൽ പൊറോട്ട ഞാനും ഒരു പീസ് പൊട്ടിച്ച് ഊതി കഴിക്കും. അല്ലെങ്കിൽ ഊതി കഴിക്കാനാണല്ലോ ഗുപ്തന് ഇഷ്ടം. അല്ല, എനിക്കിഷ്ടം. പോലെ നിങ്ങൾക്ക് തരാം. ആ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ഒന്ന് എടുത്തു. ആ ഒരു ചിക്കൻ ഫ്രൈ അതിലെ പൊടിയൊക്കെ കൂട്ടി ഇന്ന് ഒരു പീടി പിടിച്ചു. അങ്ങനെയാണെങ്കിലോ അച്ഛൻ ഇതാണ്ട നാട്ടിലെ അൽഫാം എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടത് കഴിച്ചേ. അവരല്ലേ ഈ ഡയലോഗാണ്, നമുക്ക് നമ്മുടെ നാടും റേഷൻ കടയും. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. അറിയോ, എന്റെ കെട്ടിന് അങ്ങനെ കപ്പ ഫാൻസ് ഒന്നുമല്ല, പക്ഷെ ഇവിടുത്തെ പാൽക്കപ്പയും ആ ബീഫിന്റെ റിപ്പും കൂടെ നല്ല ഇഷ്ടപ്പെട്ടു. അനിയാണെങ്കിലോ ആ അൽഫാമിന്റെ ആത്മാവ് വരെ പറിച്ചെടുത്ത് കഴിച്ചു. പിന്നീട് ഞാൻ നോട്ടിട്ട് വെച്ചിരുന്നത് അവിടെ ആ കുഞ്ഞു കൊടവിറക്കമുള്ള കോഴി നിറച്ചതിലായിരുന്നു. അതിൽ ആ ഒരു മസാല നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ആ നൂൽ പൊറോട്ടയൊക്കെ കൂടെ ആക്കി കഴിച്ചപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു ചെറിയൊരു ഇസ്ത്ര പ്രോഗ്രാം ഉണ്ട്. അത് അവരോട് പറഞ്ഞപ്പം ധൈര്യമായിട്ട് തലേണ്ടി ആളിനെ പറഞ്ഞു കാറ്ററിംഗ് സർവീസും കാര്യങ്ങളൊക്കെ അവർ എത്തിച്ചേക്കാന്ന് പറഞ്ഞു. ഷാപ്പിലെ കൂട്ടും തട്ടുകട പ്ലേറ്ററും ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത വട്ടം പോകുമ്പോൾ മസ്റ്റായിട്ടും ഇനി അവിടുത്തെ പിടിയും കപ്പയും ഒറോട്ടിയും ബീഫും ഒക്കെ ഞാൻ ട്രൈ ചെയ്യുന്നത്. പറയാൻ വിട്ട് അവിടെ നല്ല അടിച്ച ചായ കിട്ടും, അതും കൂടെ വാങ്ങിച്ചു കുടിച്ചോ റാഹത്ത്. അപ്പൊ നമ്മുടെ നാട്ടിലെ അൽഫാം മന്തിയും ഒക്കെ മിസ് ചെയ്യുന്നവർ ധൈര്യമായിട്ട് വന്നോളൂ. ലൊക്കേഷൻ വരുന്നത് റിയാദ് അൽമലാസിലെ ബൈത്തൽ ബിരിയാണി ടിങ് ടോങ്. നല്ല രസമല്ലേ പേര്.